ഹേ ഗൈസ്, ഞാൻ വീട്ടിലുള്ള സമയത്തും ഇവിടെ വന്നിട്ടുള്ള ഒരു എപ്പോഴും എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ ഞാൻ കോമൺലി കേൾക്കുന്ന, എനിക്കറിയില്ല ഈ വ്യക്തികൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് വരെ വീട്ടുകാർ നോക്കും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പഠിക്കാൻ സ്കൂളിൽ ചേർക്കുന്നു. ആ കുട്ടി 10ാം ക്ലാസ് പാസ്സാവുന്നു. വേണ്ടപ്പെട്ട ഒരു സ്റ്റേജ് 10ാം ക്ലാസ്, വെരി ക്രൂഷ്യൽ സ്റ്റേജ്. 10ാം ക്ലാസ്സിൽ 10 A+ നിർബന്ധ, +2ലും ഫുൾ A+ നിർബന്ധ. അത് കഴിഞ്ഞ് ഡിഗ്രി, എൻജിനീയറിങ്, ഡോക്ടർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഡിഗ്രി ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കണം, നമുക്ക് വില ഉണ്ടാവുള്ളൂ. ഈ വില അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി പഠിച്ചു കഴിഞ്ഞ് എത്ര ഡിഗ്രി അല്ലെങ്കിൽ എൻജിനീയറിങ് വാട്ട് എവർ ഇറ്റ് ഈസ്, ആരും ഫുൾ A+ ഉണ്ടോ അങ്ങനെ ഉണ്ടോ പാസ്സായോ എന്നാണ് അന്വേഷിക്കാറ്. അത് കഴിഞ്ഞ് പാസ്സാവാനുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ആകുമ്പോഴേക്കും, ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, ആൺപിള്ളേരുടെ കാര്യം ഞാൻ പറയാം. പെൺകുട്ടിക്ക് ഒരു 20, 21, 22 ആവുമ്പോഴേക്കും, 18 കഴിയുമ്പോഴേക്കും ആൾക്കാർ പറയും, കുട്ടീനെ കാണിക്കണ്ടോ, അങ്ങനെ അന്വേഷണമൊക്കെ വരുന്നുണ്ടോ, നോക്കണുണ്ടോ, എന്തത്ര അന്വേഷിക്കാൻ, എന്താ ഉണ്ട്, കാണിച്ചു കൊടുക്കാൻ എന്താ വല്ല കാഴ്ച വസ്തുവോ? പെൺപിള്ളേർ വല്ല കാഴ്ച വസ്തുവാണോ? പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ ചായയും പലഹാരമായിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നിട്ട് എനിക്കത് എന്താ വല്ല തകിട് കൊടുത്ത് ഉണ്ടാക്കിച്ചതാണോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ വീട്ടുകാരനെ ഫോഴ്സ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താ കല്യാണം കഴിപ്പിച്ച് വിടാത്ത ഇത്ര പ്രായം? ഇനിയിപ്പോൾ ആ പെൺകുച്ചിന് 25 വയസ്സായി. ഈശ്വര, 25 വയസ്സ് വരെ ഇനി ആ പെണ്ണിന് വല്ല ചെക്കനും കിട്ടുമോ? 25 കഴിഞ്ഞ് 26, 27, പിന്നെ നോക്കണ്ട, ആ കുട്ടിക്ക് ജന്മത്തിൽ പിന്നെ ആരും കിട്ടില്ല കേട്ടോ. എന്തിനാണ് അവളതിനെങ്ങനെ നിർത്തിയിരിക്കണത്? വീട്ടിൽ ജോലിയാ, കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പം എന്താ കാര്യം? ആരെങ്കിലും കെട്ടിച്ച് വിട്. അല്ല, ഇവർക്കൊക്കെ ഒരു പെൺകുട്ടീനെ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ വീട്ടുകാരെക്കാളും ടെൻഷനും, വീട്ടുകാരെക്കാളും പ്രഷറും, വീട്ടുകാരെക്കാളും എന്താ പറയുക, ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നത് അത് കൈൻഡ് ഓഫ് നാട്ടുകാർക്കും കൈൻഡ് ഓഫ് ഈ പറയുന്ന കുടുംബക്കാർക്കുമാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒട്ടുമിക്ക ആൾക്കാർക്കും പെൺപിള്ളേരുണ്ടാവും. അവനവൻ്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ പോരെ ആൾക്കാർക്ക്? പറ്റില്ല, അത് നടക്കണ കാര്യമില്ല. കുട്ടി കല്യാണം കഴിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ കല്യാണം കഴിച്ച എന്താ, ചിലപ്പോൾ മനസ്സിൽ എന്താ വിചാരിക്കണ്ടാവുക, നീ കല്യാണം കഴിച്ച് നീ അനുഭവിക്കടി, നീയും പഠിക്കണം. ജസ്റ്റ് കിട്ടിയാൽ ഓക്കെ. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഇപ്പം നമ്മൾ കല്യാണം ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണെന്ന് വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുണ്ട് എന്ന് വെക്കുക, അപ്പം കെട്ടണം, ഇപ്പം തന്നെ കെട്ടണം, അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ കെട്ടണം. നമുക്ക് വേറെ എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും, നമുക്ക് എന്ത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് അതൊന്നും വിഷയമല്ല. ദേ വോണ്ട് അസ് ടു മാരി സംവൺ. ആരെണെങ്കിലും കിട്ടുക, ഇന്ന ആളെന്നൊന്നുമില്ല, ആരെണെങ്കിലും കിട്ടുക, അപ്പോൾ ഒരു സമാധാനമായത്. പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടി പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുട്ടീനെ പഠിപ്പിക്കണം, കുട്ടിയുടെ പഠിപ്പ് നോക്കണം, 10, +2, ഡിഗ്രി, കല്യാണം, ആണായാലും പെണ്ണായാലും ജോലി, കല്യാണം, പിന്നെ ആ കുട്ടിയുടെ കുട്ടികൾ. ഗൈസ്, നിങ്ങൾക്ക് ആക്ച്വലി വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങളുടെ പ്രശ്നം എന്താ? വെറുതെ വിടൂ. കല്യാണമല്ലേ, അത് സമയത്തിൽ നടക്കും. ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ലോകം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഒരാൾ നല്ല രീതിയിൽ ജീവിക്കണം, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതല്ലേ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ബട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കല്യാണം ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ചിന്താഗതികൾ മാറേണ്ട സമയമായി. കല്യാണം കഴിക്കരുത്, കഴിക്കണ്ട,
കഴിക്കുന്നത് തെറ്റാണ് അങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ പറയണത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമുക്ക് സമയം മാത്രമല്ല, നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായിരിക്കണം. നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരാളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പണ്ടത്തെ പോലെ ഭാര്യയ്ക്ക് ജോലിയില്ല, ഭർത്താവിന് മാത്രം ജോലി, ഭർത്താവിൻ്റെ ജോലിയിൽ മാത്രം ജീവിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇഫ് യു ഗൈസ് ആർ ലിവിങ് വിത്ത് ഹസ്ബൻഡ്സ് മണി ആൻഡ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് അല്ലെങ്കിൽ മക്കൾ ആൺമക്കൾ പെൺമക്കൾ ഞാൻ പറയൂല, അവരെന്നെ കെട്ടിച്ചു വിട്ടുണ്ടാവും. ഈ പറയുന്ന ആൾക്കാരൊക്കെ നേരത്തെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടുണ്ടാവും. എൻ്റെ ഈ പറയുന്ന പെൺമക്കളുടെയും ആൺമക്കളുടെയൊക്കെ പൈസയിലായിരിക്കും ചിലപ്പോൾ അവർ ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കില്ല. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ആൻഡ് ഐ കെയിം ഹിയർ ടു ഫൈൻഡ് എ ജോബ് ആൻഡ് എനിക്ക് എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആക്കണം. അത് എനിക്ക് മാത്രമല്ല, ഒരു പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് നോക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് നമ്മൾക്ക് പഠിച്ച് ഒരു ജോലി കിട്ടി നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെ സംബന്ധിച്ച്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഫാമിലീനെയും നോക്കും. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഫാമിലീനെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മേനെ നോക്കുന്നുണ്ടോ, നമ്മുടെ അനിയന്മാരെ ചേട്ടന്മാരെ ആരെ നോക്കുന്നുണ്ടോ, ഇതൊന്നും ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ദേ വോണ്ട് അസ് ടു മാരി സംവൺ എൽസ്. അതാണ് മെയിൻ വിഷയം. ഇൻഡിപെൻഡൻറ്റ് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ വേണമെങ്കിൽ അതൊക്കെ പണ്ടത്തെ കാലത്താണ്. ഒരു ചെക്കൻ്റെ കീഴിൽ ഇന്നത്തെ കാലത്ത് ആരെയും കിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാരൻസിന് ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കല്യാണം കഴിക്കാതെ പോയാൽ എങ്ങനെ ശരിയാവും, കല്യാണം കഴിച്ചിട്ട് പോയിക്കോ എന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ചെക്കൻ നാട്ടിലും ഞാൻ ഇവിടെ ആയിട്ട് എന്താ കാര്യം? കല്യാണം കഴിച്ചു എന്നുള്ളൊരു ലേബൽ തലയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ലേ. കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിയാണ് ഇവരുടെയൊക്കെ. അത് അറിയില്ല കേട്ടോ ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെയെന്ന്. ഇപ്പം ഇൻ കേസ് ഐ എം നോട്ട് റെഡി ടു മാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് വേറെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ടു മച്ച് സ്റ്റോറീസ്, ടു മച്ച് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, ടു മച്ച് എന്താ പറയുക കുത്തിത്തിരിപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് നോ. ഇതൊക്കെ റിയാലിറ്റിയിലേക്ക് വരൂ ബന്ധുമിത്രാദികളെ. എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. ഓഫ് കോഴ്സ് മാരേജ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മെയിൻ കാര്യം. ഇവളൊക്കെ പഠിക്കും, കുറച്ച് കാലം കഴിഞ്ഞാലേ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അപ്പം ആരെയെങ്കിലൊക്കെ വേണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വരില്ല കല്യാണം കഴിക്കാൻ. അപ്പം മനസ്സിലാക്കും. ഇപ്പറയുന്ന ആൾക്കാർ അറിയാം നമ്മൾക്ക് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൾക്കാരെ കിട്ടൂലായിരിക്കും. കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കും. പക്ഷേ അപ്പോൾ സ്റ്റോറി മേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം എന്ന് പറയുന്ന ടീംസും ആയിരിക്കും കേട്ടോ. സോ ഗൈസ്, ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ സമയം കഴിഞ്ഞു, 10 മിനിറ്റ് ആവാറായി. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ്. കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോ പ്ലീസ് try to understand our situations. We need financial independence. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ വി ആർ നോട്ട് റെഡി ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മുകളിൽ ഇനി പുതിയ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഐ ജസ്റ്റ് വാണ്ട് ടു സേ സംതിങ് ടു യു. ഓക്കെ, എനിക്കിത് പറയണം തോന്നി. ഞാൻ പറയണ്ട എന്ന് പലതവണ വിചാരിച്ചു. പക്ഷേ എനിക്ക് പറയണം. കുറേ നാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയാനുള്ളൊരു മൂഡാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്ന് പറയുന്നു എന്ന് മാത്രം. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടും
മനസ്സിലാക്കാൻ പോകുന്ന ആൾക്കാരോടും ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോടും കൂടെ നിൽക്കാൻ പോകുന്ന ആൾക്കാരോടും നന്ദി, നമസ്കാരം.